കരുനാഗപ്പള്ളിയിൽ വെട്ടിക്കൊലപ്പെടുത്തിയ അലുവ അതുൽ ആരാണ്? അലുവ അതുൽ ആ പേരിൽ തന്നെ ഒരു സ്വീറ്റ് നെയിം അല്ലേ, അലുവ അതുൽ. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു അലുവ കച്ചവടക്കാരനൊന്നും അല്ല കേട്ടോ. കഴിഞ്ഞ വർഷം 2025 മാർച്ചിൽ ഈ കരുനാഗപ്പള്ളിയിൽ ഒരു അറിയപ്പെടുന്ന ഗുണ്ട ഉണ്ടായിരുന്നു, ഈ ജിം സന്തോഷ്. ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് ഈ അതുൽ, അലുവ അതുൽ എന്ന് പറയുന്ന അതുൽ. ഈ തിരുവള്ളൂരിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ പോലീസും ഡാൻസ് ഓഫ് സംഘവും കൂടി അതിസാഹസികമായിട്ടാണ് ഈ അതുലിനെ അന്ന് പിടിക്കുന്നത്. അതിനുശേഷം അതുലിനെ ജയിലിലെത്തിക്കുന്നു. അവിടെ വെച്ച് ജയിൽ വാർഡനെ മർദ്ദിക്കുന്നു. അതിനുശേഷം ഇയാൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങി ഇന്ന് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ട് മടങ്ങുന്നതിനിടയിലാണ് ഇന്നോവയിൽ പിന്തുടർന്നെത്തിയ ഒരു സംഘം നട റോഡിൽ വെച്ച് ആ കാർ ഇടിച്ച് മറിക്കുകയും അതിനുശേഷം അയാളെ വണ്ടിക്കുള്ളിട്ട് തന്നെ വെട്ടി, പിന്നെ പുറത്തിറക്കുകയും വെട്ടി. എന്തായാലും ഹോസ്പിറ്റലിൽ വെച്ചാണ് ഈ അതുൽ കൊല്ലപ്പെടുന്നത്. ഈ അതുലിനെതിരെ ഒരു വധശ്രമം ഉണ്ടാകും അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകും എന്നുള്ള കാര്യം ഇന്റലിജൻസിന് നേരത്തെ വിവരം ലഭിച്ചതാണ്. പക്ഷെ ഇത്ര പബ്ലിക്കായിട്ട് നടുറോഡിലിട്ട് ഒരാളെ, അതും CCTV നമ്മൾ വിഷ്വല് കണ്ടാണ്. അതെ, ദേശീയപാതയുടെ പണി നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ വെച്ചാണ് ഈ ആക്സിഡന്റ് നടക്കുന്നത്. തൊട്ട് ഓപ്പോസിറ്റ് ഒരു പമ്പാണ്. ആ പമ്പിലെ CCTV വിഷ്വൽസ് ആണ് ഇപ്പൊ പുറത്തു വരുന്നത്. ഈ അതുലിനെ കുറിച്ച് പറയുവാണെങ്കിൽ ആരാണ് അലുവ അതുൽ എന്നാണ് ചിത്ര ചോദിച്ചത്. ഈ അതുലിന്റെ യഥാർത്ഥ ഫോട്ടോ വേണ്ടില്ല. വളരെ സുന്ദരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, കൂടിപ്പോയാൽ ഒരു 30 വയസ്സിൽ താഴെ മാത്രം പ്രായം. പക്ഷേ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു ക്രിമിനലാണ്. ഇയാൾ മദ്യപാന സദസ്സുകളിൽ പങ്കെടുക്കാറില്ല, മദ്യപിക്കാറില്ല, ഇല്ല, മറ്റുള്ള ദുശീലങ്ങളൊന്നും തന്നെ ഇല്ല. ഇവന്റെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് ചോര കാണുന്നതാണ്, ബ്ലഡ് കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലഹരി. ഇയാളുടെ ആയുധം എന്ന് പറയുന്നത് കൂടമാണ്. കൂടം ഉപയോഗിച്ച് എതിരാളിയെ തലക്കടിച്ച് കൊല്ലുന്നതാണ് ഇയാളുടെ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രീതി. അല്ലാതെ വാള്, തോക്ക് അങ്ങനെയൊന്നും അല്ല. കൂടം ഉപയോഗിച്ച് ഈ അറവുശാലകളിലൊക്കെ മൃഗങ്ങളെ കൂടത്തിനടിച്ചു കൊല്ലുന്ന പോലെ എതിരാളിയെ കൂടത്തിനടിച്ചു കൊല്ലുന്നതാണ് ഈ അലുവ അതുലിന്റെ ഏറ്റവും വലിയ ഒരു വിനോദം എന്ന് പറയുന്നത്. ഇയാൾക്കല്ലാതെ മദ്യപാനമില്ല, പെണ്ണുകേസില്ല, കഞ്ചാവില്ല, ലഹരി മരുന്നില്ല, ഒന്നുമില്ല. ചോരയുടെ ആ ഒരു സ്മെല്ലും ആ ചോര ഒഴുകി പടരുന്ന കാണുമ്പോഴുണ്ടാകുന്ന ആ ഒരു ലഹരിയാണ് ഈ പറയുന്ന അലുവ അതുൽ എന്ന് പറയുന്ന ക്രിമിനലിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അതെ, വളരെ മാന്യനായ ഒരു ഇതിനും ഭേദം അതൊക്കെ ഉള്ളതായിരുന്നു. അതെ, അങ്ങനെ തോന്നുന്നുണ്ടല്ലേ. എന്താണെങ്കിലും അലുവ അതുലിനെ ഇന്ന പോലെ നേരത്തെ തന്നെ സ്കെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ നേരത്തെ സ്കെച്ച് ചെയ്തിട്ടുള്ളതാണ്. കൊട്ടേഷൻകാരുടെ ഒരു വേർഡാണ് സ്കെച്ച് ചെയ്യുക എന്ന് പറഞ്ഞത്. അതായത് ഒരാളെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അയാളെ പിന്തുടർന്ന്, അതും ഈ പറയുന്ന ഹരിയാന രജിസ്ട്രേഷനിലുള്ള ഒരു ഇന്നോവ കാറിലാണ് എത്തുന്നത്. നമ്പർ ഫേക്ക് ആവാം. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കൊലയാളികളെ 2 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഇതുവരെ അറസ്റ്റുകളൊന്നും തന്നെ ഈ വിഷയത്തിൽ നടന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ആ CCTV വിഷ്വലിൽ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ബൈക്കും കാറും അടക്കമുള്ള വാഹനങ്ങൾ വന്ന് നിർത്തിയിട്ട് നട റോഡിൽ ഇതുപോലെ ക്രൂരമായൊരു സംഭവം നടക്കുമ്പോൾ അവരെല്ലാവരും ഓടി രക്ഷപ്പെടുവാണ്. ഒന്ന് എതിർക്കോ അല്ലെങ്കിൽ അതിനെതിരെ ഒന്ന് നിൽക്കുകയോ ചെയ്യുന്നില്ല. പക്ഷെ അതൊരു ഭയമാണ്, ഭയം കൊണ്ടാണ്. പക്ഷെ അത്രയും നട റോഡിൽ വെച്ച് ചെയ്യുവാനായിട്ട് മാറുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കേരളം വളർന്നു കഴിഞ്ഞു. ഇന്ന് നേരത്തെ നമുക്ക് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ എന്ന് പറയുന്നത് തമിഴ്നാട്, അതുപോലെ തന്നെ മുംബൈ, ഡൽഹി, ഈ സ്ഥലങ്ങളിലൊക്കെ ഇത് നടക്കുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ നടക്കുമോ നാട്ടില് എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്, നമ്മുടെ കൊച്ചു കേരളത്തിലും ഇപ്പം ഈ സിനിമകളാണെങ്കിലും നോവലുകളാണെങ്കിലും ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന ക്രിമിനൽ ആക്ടിവിറ്റികളെ കുറിച്ച് പറയുമ്പോഴേക്കും മാഫിയകളുടെ ഒരു കേന്ദ്രമായിട്ട് പറയുന്നത് കൊച്ചിയായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിക്കഴിഞ്ഞിട്ട് തിരുവനന്തപുരവും കൊല്ലവും ഒക്കെയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഫിയ ഹട്ടുകളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ജിം സന്തോഷ് എന്ന് പറയുന്നവനും അത്ര നല്ലൊരു വ്യക്തിയൊന്നും ആയിരുന്നില്ല, കൊട്ടേഷൻ ഗുണ്ടയായിരുന്നു. ആ ജിം സന്തോഷിനെയാണ് ഈ പറയുന്ന ഈ അതുല് വെട്ടിക്കൊന്നിട്ടുണ്ട്. ഈ ഇതായിട്ട് വലിയ പ്രായമൊന്നുമില്ല, ഒരു 10, 28, 29 വയസ്സുള്ള ഒരു യുവാവാണ് ഇവൻ. ഈ ഒരു ഭയമില്ല എന്നുള്ളതാണ് ഇവന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒന്നിനോടും ഒരു ഭയമില്ലാത്ത, അല്ലെങ്കിൽ ഒരാളെയും ഒരു ഭയമില്ലാത്ത ഒരു വ്യക്തിയാണ്. സ്റ്റേഷനിൽ ജാമ്യത്തിലല്ലേ, അപ്പം ഒപ്പിട്ടിറങ്ങണം. ഇങ്ങനെയുള്ള ക്രൈമുകൾക്ക് ഡെയിലി ഒപ്പിട്ട് പോകുന്ന ഒരു രീതിയിലുള്ളതാണ്. കാരണം സ്റ്റേഷൻ പരിധി വിട്ടു പോകാൻ പറ്റില്ല. അപ്പം സാധാരണ രാവിലെ വൈകുന്നേരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം ഒപ്പിട്ട് പോകണം എന്നുള്ളതാണ് നിയമം. അങ്ങനെ ഒപ്പിട്ട് പോകുന്നതിനിടയിലാണ് ഈ വാഹനം പിന്തുടരുന്നത്. ഇത് വളരെ ദൂരെ നിന്ന് തന്നെ പിന്തുടർന്ന് വന്നിട്ടുള്ളതാണ്. കാരണം പെട്ടെന്ന് തലയ്ക്കാണ് നമുക്ക് ലഭിച്ച ചിത്രങ്ങളിൽ നിന്ന് തലയ്ക്കാണ് വെട്ടേറ്റിട്ടുള്ളത്, നെറ്റിക്ക് മുകളിലായിട്ട് വെട്ടേറ്റിട്ടുണ്ട്. പിന്നെ വാഹനം പൂർണ്ണമായിട്ടും തന്നെ തല്ലി തകർത്ത രീതിയിലാണ്. ഒന്നാമതെ വണ്ടി മറിഞ്ഞിരിക്കുന്ന നല്ലൊരു കുഴിയിലേക്കാണ്. അതിന്റെ കൂടെ തന്നെ വാഹനത്തിന്റെ സീറ്റുകൾ എല്ലാം തന്നെ ഇയാൾ ചില്ലുയർത്തിയിട്ടാണ്, അതറിയില്ല, പക്ഷെ ചില്ലുയർത്തിയിട്ടാണ് വന്നിട്ടുള്ളത്. ഡ്രൈവിംഗ് സീറ്റിന്റെ ഭാഗത്ത് നിന്നാണ് ഈ അതുലിനെ ഇവർ വലിച്ച് താഴേക്കിടുന്ന വിഷ്വലുകളൊക്കെ വന്നിട്ടുള്ളത്. വേറെ ഒരാളെ ഉള്ളതായിട്ട് കാണിക്കുന്നില്ല.
പക്ഷെ വണ്ടി മുഴുവൻ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. ചില്ലുകളെല്ലാം ചില്ലുകളിലെല്ലാം വെട്ടേറ്റിട്ടുണ്ട്. അതുലിന്റെ ശരീരത്തിലാണെങ്കിൽ അതിൽ ആ ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണപ്പെടുന്നത്, അല്ലാതെ സ്പോട്ടിൽ വെച്ചല്ല മരണപ്പെട്ടിട്ടുള്ളത്. അതുലിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു, ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു. അതുപോലെ തന്നെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം എന്നിട്ട് പോലും ഈ ഒരു ആക്രമണം തടയുവാനായിട്ടുള്ള ഒരു നടപടികൾ പോലീസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തെ മറ്റൊരു കാര്യം. ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ എല്ലാം അവഗണിച്ച് കളയുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ചില ആക്രമണങ്ങൾ നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ട് അതിൽ ശ്രദ്ധ കൊടുക്കാത്തതിന്റെ പേരിലാണ് ഈ പറയുന്ന താജ് ഹോട്ടൽ ആക്രമണം അടക്കമുള്ളതുണ്ടായത്. ഞാൻ ഈ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഈ പറയുന്ന ഒരു കൊട്ടേഷൻ ഗ്യാങ്ങിന്റെ സംഭവത്തെ കൊണ്ടുപോവുകയല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. പക്ഷേ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഗുണ്ടയാണെങ്കിലും ഒരു ജീവനാണ്, ജനങ്ങളെ ഭീതിയിലാക്കുന്ന ഇനി വരുന്ന തലമുറ, അതെ ഇനി വരുന്ന തലമുറയ്ക്ക് പോലും എന്തുമാകാം എന്നുള്ളൊരു ചിന്ത, നടുറോഡിൽ വെച്ച് പോലും എന്തുമാകാം, ആരെ വേണമെങ്കിലും ആയുധം കൊണ്ട്. അല്ല ഇപ്പം ചിത്രം ഒരു കാര്യം ചിന്തിക്കണം, ഇപ്പോഴത്തെ ഗുണ്ട നേതാക്കൾക്ക് കിട്ടുന്ന ആ ഒരു റീൽ സ്വീകാര്യത. ഈ മർഡനീഷ് എന്ന് പറയുന്ന ആളൊക്കെ റീൽസില് മാസ് BGM ഇട്ട് നടന്നു വരും. അതിന്റെ കമന്റ് ബോക്സ് കണ്ടിട്ടുണ്ടോ? 18, 19, 20 വയസ്സുള്ള പെൺകുട്ടികൾ പറയുന്നത് അനീഷേട്ട മാസ്, അനീഷേട്ട ലുക്ക്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു ഗുണ്ട നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ട്, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അയാളെ അറസ്റ്റ് ചെയ്തിട്ട് അയാൾ സ്റ്റേഷനിൽ നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് നീ എന്തിനാണ് ചക്കര ഗുണ്ടയാകാൻ പോയതെന്നാണ് പെൺകുട്ടികൾ ചോദിക്കുന്നത്. അത് അത്രത്തോളം ഗുണ്ടകൾക്കാണ് ഇപ്പൊ സ്വീകാര്യത. പണ്ട് ഈ തമിഴ് സിനിമയുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, ഒരു സ്ഥിരം ടെംപ്ലേറ്റ്. അതായത് ഗുണ്ടയായ നായകൻ, നല്ല തറവാട്ടിൽ പിറന്ന നായിക, അവൾക്ക് നായകനോട് തോന്നുന്ന ക്രഷ്, പിന്നീട് നായകനെ നല്ല രീതിയിലേക്ക് നടത്തിക്കൊണ്ട് വരുന്നു, ലാസ്റ്റ് ഇവർക്കിടയിലേക്ക് ഒരു വില്ലൻ കടന്നു വരുന്നു, കൊടുക്കും ഫൈറ്റ്, ചേസ്, കുറച്ച് റൊമാൻസ് സീനുകൾ, ലാസ്റ്റ് കല്യാണം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റി ഇതൊക്കെ നടന്നു തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഗുണ്ടകളുടെ ആരാധനയാണ്. വെൽ ഡ്രസ്ഡ് ആയിട്ട്, എന്താ പറയുക, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ല ഒരു ജോലിയുള്ളവരൊന്നും ആർക്കും വേണ്ട. ഇപ്പം എന്താണ് ഒരു പെണ്ണ് സ്നേഹിക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ഗുണ്ടായിസവും കൊട്ടേഷനും കഞ്ചാവും ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ല ഞാൻ പറഞ്ഞത് ഒരു ഈ കമന്റ് ബോക്സിലെ കാര്യമാണ് പറഞ്ഞത്. ഇൻസ്റ്റഗ്രാം കമന്റ് ബോക്സിലെ ചിത്രയ്ക്ക് രോക്ഷം വരുന്നുണ്ട്. പെൺകുട്ടികളെ പറഞ്ഞപ്പോഴേക്കും ആ ഉള്ളിലെ ഫെമിനിസ്റ്റ് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ പൊന്തി വന്നു. അത് കുഴപ്പമില്ല, എന്നാലും ഒരു കുറച്ച് ശതമാനം, ചെറുതായിട്ടൊന്നല്ല, നല്ലൊരു വീഡിയോ അല്ലെങ്കിൽ നല്ലൊരു റീൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ലൈക്കിനെക്കാട്ടി കൂടുതൽ ഇങ്ങനെയുള്ള റീലുകൾക്ക് ലൈക്കും കമന്റും ഷെയറും ഒക്കെ കൂടുതലാണ്. അതൊക്കെ കാണുമ്പോൾ ചെറിയ ഒരു അസൂയൊക്കെ തോന്നാറുണ്ട്, സ്വാഭാവികമാണ്, അതുണ്ടാവുമല്ലോ. പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കാതെ വല്ല ഗുണ്ടായസത്തിന് പോയാൽ എന്താണെങ്കിലും ചിത്ര, നമ്മുടെ വിഷയം റീലോ ഇവരുടെ സ്റ്റൈലോ ഒന്നുമല്ല. കേരളം വളരെയധികം മാറി തുടങ്ങി. കേരളത്തിലെ തെരുവീതികൾ ഇപ്പം രക്തത്താൽ ചുവക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. രക്തത്തിന്റെ ഗന്ധമുള്ള തെരുവീതികളിലൂടെയാണ് പോകുന്നത്. പോലീസ് പോലും നിഷ്ക്രിയരായി നിൽക്കുന്ന അവസരങ്ങളിൽ ഗുണ്ടകൾ നമ്മുടെ തെരുവുകളെയും നമ്മുടെ ജീവിതത്തെയും കടന്നാക്രമിക്കപ്പെടുന്ന കാലമൊന്നും അധികം വിദൂരമൊന്നുമല്ല. നേരത്തെ കാലത്തൊക്കെ വീട് പറ്റാൻ നോക്കുക. കാരണം നടുറോഡിൽ പട്ടാപ്പകൽ വെട്ടിക്കൊല്ലാവുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇരുട്ടിന്റെ മറവിൽ എന്തുമാകാം. ഭയപ്പെടുക തന്നെ വേണം, വളരെയധികം ജാഗ്രതയും പാലിക്കണം.